ഗുഡ് മോർണിംഗ് എവരിബഡി, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നത് ജീവൻ്റെ അപ്പം. സോ നമ്മൾ പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് പറയുന്നത്. പാസ്പോർട്ട്, വീസ, ടിക്കറ്റ് പറഞ്ഞല്ലോ. അപ്പോൾ വീസയെ ഞാൻ ഹോളി സ്പിരിറ്റ് പവറിനോട് കമ്പയർ ചെയ്യുകയാണ്. ഈ സ്പിരിച്വൽ വീസ നമുക്ക് വേണം, നമുക്കിവിടെ ജീവിച്ച് സ്വർഗത്തിൽ പോകാൻ. സോ നമ്മൾ കണ്ടു പരിശുദ്ധാത്മാവ് ഒരു ഹെൽപ്പറാണ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഗുഡ് ഫ്രണ്ടാണെന്ന് കണ്ടു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹീസ് എ കംഫർട്ട്. നമ്മളെ എപ്പോഴും കംഫർട്ട്, ആശ്വസിപ്പിക്കുന്ന ഒരു ആശ്വാസദായകൻ. അങ്ങനെ പാട്ടുണ്ടല്ലോ, ആശ്വാസദായകനായ പരിശുദ്ധാത്മാവാണ്. 2 Corinthians 1:3-4 it is written, Paul has written, "Blessed be the God and Father of our Lord Jesus Christ, the Father of mercies and God of all comfort, who comforts us in all our tribulation, that we may be able to comfort with which we ourselves are comforted by God." സ്വർഗീയ പിതാവ് നമ്മളെ കംഫർട്ട് ചെയ്യുന്നു. യേശുവിനെ അയച്ച് നമ്മളെ കംഫർട്ട് ചെയ്തു, നമ്മളെ സ്നേഹിച്ചു. പിന്നെ യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് കംഫർട്ടറായിട്ട് അയച്ചു. എന്തിനാണ് ഈ കംഫർട്ട് ചെയ്യുന്നത്? പിതാവ് എന്തിനാണ് നമ്മളെ കംഫർട്ട് ചെയ്യുന്നത്? യേശു ക്രിസ്തുവിൽ കൂടി, പരിശുദ്ധാത്മാവിൽ കൂടി നമ്മളും മറ്റുള്ളവരെ കംഫർട്ട് ചെയ്യാൻ വേണ്ടി. മറ്റുള്ളവരെ നമ്മൾ ആശ്വസിപ്പിക്കണം, അല്ലേ? എത്രയോ പേര് ദുഃഖത്തിലുണ്ട്. ചിലപ്പം ഒരാൾ മരിച്ചുപോയി, ഒരു ലൈഫ് പാർട്ട്ണർ മരിച്ചുപോയി, അല്ലെങ്കിൽ കുടുംബത്തിലാരെങ്കിലും പ്രിയപ്പെട്ടവർ മരിച്ചൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് തൊള്ളയിലൊന്ന് കൈവച്ച് ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്നും പറയണ്ട, അത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു സാന്നിധ്യം മതി, നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെയൊന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ അവർക്ക് എന്ത് കംഫർട്ടാണ്. ഹോളി സ്പിരിറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. വെൻ വി ആർ ലോൺലി, വെൻ വി ആർ മൂഡി, ആരുമില്ലല്ലോ, ഡിസ്പെയറാണ്, നിരാശയാണ്, എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നവരാരുമില്ല, എന്നെ മനസ്സിലാക്കുന്നവരാരുമില്ല, ഇങ്ങനെയൊക്കെ ഒരു ജീവിതത്തിൽ നമുക്ക് ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നുമ്പോൾ നിങ്ങൾ ട്രസ്റ്റ് ഇൻ ദിസ് ഗോഡ്, ട്രസ്റ്റ് ഇൻ ദിസ് ഹോളി സ്പിരിറ്റ് ഗോഡ്, ഹീ വിൽ കംഫർട്ട് യു. നിങ്ങൾക്ക് അന്നേരം വിസ്പറിങ് വോയിസ് കേൾക്കാൻ സാധിക്കും. ഇങ്ങനെ വലിയ മൃദുവായിട്ടുള്ള സ്വരം നിങ്ങൾ പ്രാർത്ഥനയിൽ, നിങ്ങൾ വചനം വായിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ മൃദുവായിട്ട് നമ്മുടെയൊക്കെ ഒരു സ്വരം കേൾക്കാൻ സാധിക്കും. അതൊക്കെ നമ്മൾ കൂടെ നടന്നാലും അത് സാധിക്കുകയുള്ളൂ. കണ്ടോ? എന്നാന്ന് ചോദിച്ചാൽ ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്, അല്ലേ? എപ്പോഴും ആർക്കും ഇല്ല എപ്പോഴും ഒരു കുഷി ലൈഫ് ആർക്കും ഇല്ല. ദർ ആർ തോൺസ്, ജസ്റ്റ് ലൈക്ക് റോസസ്. റോസപ്പൂവിന് മുള്ളുണ്ടല്ലോ, എല്ലാത്തിനും ഭംഗിയുള്ളതിനെല്ലാം ഒരു തോണ്, ഒരു മുള്ളൊക്കെ ഉണ്ടാകും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒന്നും നമുക്ക് സന്തോഷമായിരിക്കാൻ പറ്റിയില്ല. എപ്പോഴും ഡിസ്ട്രെസ് ഉണ്ടാകും, ഡിപ്രഷൻ ഉണ്ടാകും, ഫ്രസ്ട്രേഷൻ ഉണ്ടാകും, ലോൺലിനെസ് ഉണ്ടാകും, ഏകാന്തത, ഇതെല്ലാം ഉണ്ടാകുമല്ലോ. അപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് ഇതൊക്കെ പറയും, പക്ഷേ അവർക്ക് അതിനൊന്നും സമയമില്ലായിരിക്കും, അവർക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. പക്ഷേ വാട്ട് വി ഹാവ് ടു ഡു ഇൻ ദാറ്റ് സച്ച് എ മൊമെൻറ്റ്? ഫ്രണ്ട്സ് നമുക്കൊരു തന്ന് നമ്മളെ ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ചൊന്ന് ആശ്വസിപ്പിക്കും, എന്ത് സന്തോഷമാണ്. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ്. ഹീ വിൽ സേ, ഡോണ്ട് വറി മൈ ചൈൽഡ്, ഐ എം വിത്ത് യു, ഐ ലവ് യു, ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ഗോയിങ് ത്രൂ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ദൈവം, യേശു അങ്ങനെയാണ്. സോ നിങ്ങളെ മനസ്സിലാക്കുന്ന ദൈവം, നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം, നിങ്ങളോട് കൂടെയുള്ള ആ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് യേശുവിനെ സ്വീകരിച്ച എല്ലാവരും, യേശുവിനോട് കൂടി ജീവിക്കുന്ന എല്ലാവരും ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായം എടുക്കാൻ ഒരിക്കലും മറക്കരുത്. സോ ഹി ഈസ് എ കംഫർട്ട്, നമ്മളെ കംഫർട്ട് ചെയ്യുന്ന ദൈവമാണ്. നിങ്ങൾക്ക് എപ്പോഴാണേലും ഇങ്ങനെ ഒരു അനുഭവമുണ്ടോ? കർത്താവിനോട് കൂടി നടന്നാൽ മാത്രമേ ഈ അനുഭവം നമുക്ക് ഉണ്ടാകുകയുള്ളൂ. സോ ഇതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ആണ്. ഹോളി സ്പിരിറ്റ് ഈസ് ആൻ ഇൻവിസിബിൾ ഫ്രണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നില്ല, കണ്ണുകൊണ്ട് കണ്ടാൽ പിന്നെ അത് വിശ്വാസമല്ലല്ലോ. ക്രിസ്തീയ ജീവിതം വിശ്വാസ ജീവിതമാണ്. വിശ്വാസം എന്നാൽ നമ്മൾ കാണാത്തതിൻ്റെ ഉറപ്പാണ്, അല്ലേ? നമ്മൾ പ്രത്യാശിക്കുന്ന കാര്യമാണ്. നമ്മൾ കണ്ടിട്ട് ആ എന്ന് പറയല്ലോ, തെരേസപ്പോളിനെ കണ്ടിട്ട് തെരേസപ്പോളുണ്ടെന്ന് വിശ്വസിക്കും, അങ്ങനെയല്ലല്ലോ. നമ്മൾ കാണാത്തത് വിശ്വസിക്കുന്നതാണ് നമ്മുടെ ഫെയ്ത്ത്. അപ്പം ഹീസ് ആൻ ഇൻവിസിബിൾ ഫ്രണ്ട് എന്ന് വിശ്വസിക്കണം. നമ്മൾ ഇൻവിസിബിൾ കമ്പാനിയനാണ്, ഇൻവിസിബിൾ ഗൈഡാണ്, ഇൻവിസിബിൾ ഹെൽപ്പറാണ്, കംഫർട്ടറാണ്, എല്ലാം. ഹോളി സ്പിരിറ്റ് ഈസ് ഓൾ ആൻഡ് ഓൾ ടു മീ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും ഒരു കണ്ടൻറ്റ്മെൻറ്റ്, അതായത് ഒരു സാറ്റിസ്ഫാക്ഷൻ, അല്ലേ?
ചിലർക്ക് എത്ര കിട്ടിയാലും മതിയാകുകയില്ല. അങ്ങനെ ഗ്രീഡിനെസ് അതെല്ലാം നമ്മളിൽ നിന്ന് മാറ്റും. സെൽഫിഷ്നെസ് വേണ്ടാത്തതെല്ലാം നമ്മളിൽ നിന്ന് മാറ്റിയിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് ആ വചനത്തിൻ്റെ സന്തോഷം, യേശുവിൽ കൂടി കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അതിനുള്ള ആ സന്തോഷം നമുക്ക് തരും. പിന്നെ ഒരു ഫുൾഫിൽമെൻറ്റ്, ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തരുന്നതാണ്. അപ്പോൾ സമരിയ സ്ത്രീയോട് യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവരെല്ലാം ദാഹിക്കും സ്ത്രീയെ, പക്ഷേ ഞാൻ തരുന്ന ലിവിങ് വാട്ടർ, ആ ജീവജലം നിങ്ങൾ കുടിച്ചാൽ നിങ്ങൾ ഒരു നാളും ദാഹിക്കില്ല എന്ന്. അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, എനിക്കിതാ ഞാനിവിടെ വന്ന് എന്നും വെള്ളം കോരണ്ടായല്ലോ എന്ന്. അപ്പം എന്താ പറയുന്നത്, ആ നദി, ആ വെള്ളം നിൻ്റെ ഒരു നദിയായിട്ട് ഇത് പ്രവഹിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ച കാരണം യേശു അവൾക്ക് ആ വെള്ളം കൊടുത്തു. അവൾ ആ വെള്ളം, സാധാരണ വെള്ളം ആ കുടവും അവിടെ വെച്ചിട്ട് ഓടി നടന്ന് ഈ ജീവൻ്റെ ജല നദി അതങ്ങ് ഒഴുകാൻ തുടങ്ങി. ആ വെള്ളം അവളുടെ ഉള്ളിൽ നിന്ന് അങ്ങ് പ്രവഹിക്കാൻ തുടങ്ങി. ആ നദി ഒഴുകിക്കൊണ്ട് ആ സമരിയ പട്ടണം മുഴുവൻ പോയി ഓടി നടന്ന് പറഞ്ഞു, ഞാൻ മെസ്സായെ കണ്ടു, ഞാൻ യേശുവിനെ കണ്ടു, എന്നോടെല്ലാം പറഞ്ഞ ഒരു പ്രവാചകനെ കണ്ടു. അങ്ങനെ വാതോരാതെ യേശുവിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മൾ വരുമ്പോൾ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. നമ്മൾ യേശുവിനെ ഉയർത്താൻ തുടങ്ങും, നമ്മൾ പിതാവിനെ മഹത്വം കൊടുക്കാൻ തുടങ്ങും. ഇതാണ് പരിശുദ്ധാത്മാവ് വന്നാലുള്ള റിസൾട്ടാണ്. അപ്പം ഹീ വിൽ സാറ്റിസ്ഫൈ അസ്. എല്ലാ നീഡ്സും, നമുക്ക് ആവശ്യമുള്ള എല്ലാ നീഡും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഹോളി സ്പിരിറ്റ്. ആൻഡ് ഹീസ് എ പേഴ്സൺ ഹു ഗീവ്സ് എ സ്ട്രെങ്ത്, ഹോപ്പ് ആൻഡ് സിമ്പതി ഓൾസോ. നമ്മൾ സഹതാപം കാണിക്കുന്ന റിയലായിട്ടുള്ള 100% ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട്. അങ്ങനെ 100% ഹീസ് എ കംഫർട്ടർ, ഹീസ് എ ഗൈഡ്, ഹീസ് എ ഹെൽപ്പർ. അങ്ങനെയുള്ള പരിശുദ്ധാത്മാവിനെ തന്ന എത്ര പേർക്ക് സന്തോഷമുണ്ട്. 2 Corinthians 1:4 പറയുന്നു, ഗോഡ് കംഫർട്ട്സ് us in all our trouble എന്ന്. അപ്പം ദൈവത്തിന് മാത്രമേ നമുക്ക് ആ കംഫർട്ട് തരാൻ സാധിക്കുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ദൈവമാണല്ലോ, മനുഷ്യർക്ക് അതൊന്നും നമുക്ക് തരാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യർ ദേ ഹാവ് ലിമിറ്റേഷൻ അല്ലേ, അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. എല്ലാവരും ബിസി വേൾഡാണ് ഇന്ന്. ആർക്കാ നിങ്ങളുടെ അടുത്ത് വരുവാനും നിങ്ങളെ ആശ്വസിപ്പിക്കാനും ഒരു ഫോൺ ചെയ്യാൻ പോലും ആൾക്കാർക്ക് നേരമില്ല അല്ലേ. ഔട്ട് ഓഫ് സൈറ്റ് ഈസ് ഔട്ട് ഓഫ് മൈൻഡ്, അത്രയുള്ള ആൾക്കാരുടെ ആ കാര്യം അല്ലേ. കാണുന്നവരെയും ഞാൻ അമേരിക്കയിൽ പോയി, അങ്ങനെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. UK പോയി, കുറേ ഫ്രണ്ട്സിന് അവിടെ ഉണ്ടായിരുന്നു. ഫോൺ നമ്പർ എടുത്ത് അത് കോളിങ്. ഔട്ട് ഓഫ് സൈറ്റ് ഈസ് ഔട്ട് ഓഫ്. ഒരാഴ്ച ചിലപ്പം, അല്ലെങ്കിൽ 2 ആഴ്ച, അത്രയേ ഉള്ളൂ. 1 മാസം 2 മാസം 1 കൊല്ലം കഴിഞ്ഞാൽ അവരില്ല. അതുകൊണ്ട് ഐ ഹാവ് all friends group. I have American friends group, UK friends group, and Malaysia friends group, Pune friends. അങ്ങനെ many groups I have made so that I'll be connected to them. So എല്ലാവരും അങ്ങനെ ഫെയ്ത്ത്ഫുൾ ആയിരിക്കില്ല, പക്ഷേ ഏറ്റവും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന വിശ്വസിക്കാൻ പറ്റിയ ഒരു ദൈവം, ത്രിത്വത്തിൻ്റെ 3ാമത്തെ ആളായ പരിശുദ്ധാത്മാവാണ്. എല്ലാവരും ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നിങ്ങളെ കംഫർട്ട് ചെയ്യട്ടെ. നിങ്ങളുടെ ദുഃഖത്തിലെല്ലാം ഒരു കംഫർട്ടറായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. നിങ്ങളുടെ കൂടെ നടക്കുന്നു എന്നുള്ള ആ വിശ്വാസം എത്ര പേർക്കുണ്ട്? ഹോളി സ്പിരിറ്റ്, യു ടേക്ക് കൺട്രോൾ ഓഫ് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും വചനം കേൾക്കുന്ന എല്ലാവർക്കും ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, സാന്നിധ്യം അനുഭവിക്കാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. God bless you all. Have a blessed day.